നമസ്കാരം. വിദേശയാത്രകൾ ഇന്ന് പലർക്കും ഒരു സ്വപ്നമാണ്. ജോലി, പഠനം, വിനോദം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ. എന്നാൽ ഈ യാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയുണ്ട്: വിസ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ വിസ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. വിസിറ്റ് വിസകൾക്ക് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ച സൗദി അറേബ്യ എന്നാണ് ഏറ്റവും പുതിയ വിവരം. വിസയുടെ കാലാവധി നീട്ടാനുള്ള അനുമതി പ്രവാസികൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ പുതിയ മാറ്റങ്ങളെ കുറിച്ച് വിശദമായി പറയാം. സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിസിറ്റ് വിസ നീട്ടാനുള്ള തീരുമാനം നിരവധി സന്ദർശകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. 3 മാസത്തേക്ക് ലഭിക്കുന്ന സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 90 ദിവസത്തേക്ക് കൂടി നീട്ടാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ അറിയിപ്പ് പ്രവാസികൾക്ക് ഉപകാരപ്രദമാണ്. നേരത്തെ ഹജ്ജ് സീസൺ സമയത്ത് വിസ കാലാവധി നീട്ടാൻ സാധാരണ അനുമതി ലഭിക്കാറില്ലായിരുന്നു. ഈ പുതിയ തീരുമാനം വഴി ഇപ്പോൾ അതിനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം ലഭിച്ചു തുടങ്ങിയെന്നാണ് വിവരം. നിലവിൽ സൗദി അറേബ്യയിൽ വിസിറ്റ് വിസയിൽ കഴിയുന്ന വിദേശികൾക്ക് സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. ഇതോടെ കൂടുതൽ കാലം സൗദി അറേബ്യയിൽ തങ്ങാനുള്ള അവസരം ഒരുങ്ങും. സിംഗിൾ എൻട്രി വിസകൾക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കും കാലാവധി നീട്ടാൻ അനുമതി നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ദുരുപയോഗം ചെയ്ത ചിലർ അനധികൃതമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൗദി സർക്കാർ ഇതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സിംഗിൾ എൻട്രി വിസ മാത്രം അനുവദിക്കാൻ തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ പുതിയ വിസ നീട്ടാനുള്ള തീരുമാനം വിദേശികൾക്ക് ഏറെ ആശ്വാസവും സഹായവും നൽകും. വിസയുമായി ബന്ധപ്പെട്ട മിക്ക സേവനങ്ങളും സൗദി പാസ്പോർട്ട് വിഭാഗം അഥവാ ജവാസത്ത് പോർട്ടൽ വഴി ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ പ്രവാസികൾക്കും സന്ദർശകർക്കും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ടൂറിസ്റ്റ്, ബിസിനസ്, ഫാമിലി, തൊഴിൽ തുടങ്ങിയ വിവിധ തരം വിസകൾ സൗദി അറേബ്യ നൽകുന്നുണ്ട്. ഇവ ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. ഇന്ത്യക്കാർക്ക് ഇ വിസ, വിസ ഓൺ അറൈവൽ എന്നിവയിൽ ലഭ്യമാണ്. എന്നാൽ ഇതിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സൗദി വിസ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റുകളോ അംഗീകൃത ഏജൻസികളെയോ സമീപിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പുതിയ തീരുമാനം സൗദി അറേബ്യയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ സൂചന നൽകുന്ന ഒന്നുകൂടിയാണ്. സാമ്പത്തിക മേഖലയുടെ വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള സൗദി വിഷൻ 2030ന്റെ ഭാഗമായി ടൂറിസം, ബിസിനസ് എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ കൂടുതൽ സന്ദർശക സൗഹൃദമാക്കാനും സൗദി ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനിടയിലും മാനുഷികപരമായ പരിഗണനകൾക്ക് സൗദി അറേബ്യ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ കൂടി ഒരു തെളിവാണിത്. പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആശ്വാസവും സൗകര്യം നൽകുന്ന ഈ മാറ്റം സൗദിയും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വിദേശികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വിസ നിയമങ്ങളിലെ ഇത്തരം പരിഷ്കാരങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ.